പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാന്യ പ്രേക്ഷകരെ, ഇന്ന് നാം ചിന്തിക്കുക പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തെക്കുറിച്ചാണ്. ഡിസംബർ 8 തിരുസഭയോടൊപ്പം നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. അവർണ്ണനീയ ദൈവം എന്ന തിരുവെഴുത്തു വഴി പരിശുദ്ധ 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8 ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചു. ഇപ്രകാരമായിരുന്നു തിരുവെഴുത്തു വഴിയുള്ള പരിശുദ്ധ പിതാവിൻ്റെ പ്രഖ്യാപനം. അഖണ്ഡവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെ പുകഴ്ചയ്ക്കും കന്യകയായ ദൈവമാതാവിൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പുകഴ്ചയ്ക്കും കത്തോലിക്ക സഭയുടെ പ്രചാരത്തിനുമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും പത്രോസ് പൗലോസ് ലിഹാന്മാരുടെയും നമ്മുടെയും അധികാരത്തോടുകൂടെ നാം അധ്യവസാനം ചെയ്യുകയും നിർവചിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം ഉദ്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉദ്ഭവ പാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുമാണ്. മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് 1858 ഡിസംബർ 25 ലൂർദിൽ വിശുദ്ധ ബർണദീത്തയ്ക്ക് പ്രത്യക്ഷയായി പരിശുദ്ധ കന്യകാമറിയം താൻ അമലോത്ഭവയാണ് എന്ന് അരുൾ ചെയ്തു. പ്രിയരെ, സന്തോഷം തേടരുത്, അത് നമ്മെ കൈവിടും. ആഹ്ലാദം അന്വേഷിക്കരുത്, അത് നമ്മെ വഞ്ചിക്കും. ധനത്തെ വിശ്വസിക്കരുത്, അത് നമ്മെ കീഴടക്കും. കീർത്തിയെ പിൻചെല്ലരുത്, അത് നമ്മെ വിഡ്ഢിയാക്കും. ദൈവസാന്നിധ്യം തേടുക, അത് നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവസാന്നിധ്യം തേടുകയും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുകയും ചെയ്യാം. മാലാഖ നിരകളുടെ ശ്രുതിസാഗരത്തിൽ നമ്മുടെ സ്വരവും ഒരരുവിയായി ചേർന്ന് ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി തീരുന്നതിന് വേണ്ടി അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വിലാസം സമന്വയ വിഷൻ ജോൺ പോൾ സെക്കൻഡ് നഗർ, മാറനല്ലൂർ, കുവളശ്ശേരി PO, തിരുവനന്തപുരം 695512. ഇമെയിൽ palagan2011@gmail.com. പാലകൻ വാർത്തകൾ നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം. യൂട്യൂബിൽ പാലകന്റെ മുൻ എപ്പിസോഡുകളും വാർത്തകളും കാണുന്നതിന് YouTube/പാലകൻ. നിങ്ങളുടെ ദൈവാലയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കുക 98 47 03 1802 94 96 81 36 34 98470 31802 9496 813634.